നിങ്ങളുമായിട്ടല്ല ഞങ്ങൾക്ക് ഇടപാട്, വിജയകുമാരൻ നായരുമായിട്ടാണ്. നിങ്ങളോട് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല, ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ അവരെ അടിക്കാൻ ചെന്നു. ഞങ്ങൾ കട്ട മുതൽ വാങ്ങിച്ചു. പത്തനംതിട്ട കൊറ്റനാട് മടത്തുംചാലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഈ നിൽക്കുന്ന ഭൂമിയുടെ മുൻ ഭൂവുടമയുടെ പേരിലുണ്ടായിരുന്ന വായ്പയുടെ പേരിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ച കുടുംബത്തിൻ്റെ ഭവനം കേരള ബാങ്ക് ജപ്തി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ, ഈ ക്രൂര പ്രവൃത്തിയുടെ, ബാങ്ക് ചെയ്ത ഈ ക്രൂര പ്രവൃത്തിയുടെ വിശദാംശങ്ങൾ നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. ചേച്ചി, വായ്പ എടുത്തത് നിങ്ങളായിരുന്നോ? അല്ലല്ല, ഞങ്ങളല്ല. വിജയകുമാരൻ നായർ എന്ന് പറയുന്ന ഒരാളാണ് തൊട്ട് താഴെ താമസിക്കുന്നത്. അയാളാണ് വായ്പ എടുത്തത്. അയാൾ വായ്പ എടുത്തു കഴിഞ്ഞാണ് നമുക്കിത് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. നമ്മൾ അറിയുന്നില്ല. ഇപ്പം വീട് പണിയും കഴിഞ്ഞപ്പോഴാണ് ബാങ്കുകാർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് വായ്പയിലുള്ള സ്ഥലമായിരുന്നെന്ന്. ഈ വസ്തു കൈമാറ്റ സമയത്ത് ഇങ്ങനെ ഒരു വായ്പ പറ്റി ഒരു വിവരം പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എഴുത്തുകാരനെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അന്ന് അത് നടക്കുമായിരുന്നെന്ന്. അതായത് ഒറിജിനൽ പ്രമാണമില്ലാതെ അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം പറ്റത്തില്ലെന്ന്. പക്ഷേ അയാൾ മരിച്ചും പോയി. ഇനിയിപ്പോൾ അത് തെളിയിക്കാൻ പറ്റത്തില്ല. അന്ന് പറ്റുമായിരുന്നെന്നാണ് അവർ പറയുന്നത്. ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായോ? ഇല്ല, ഇനിയും പണി കിടക്കുവാണ്. ലൈഫിൻ്റെ കിട്ടാനുള്ള എല്ലാം കിട്ടി. ഇനി നമ്മൾ അതിന് അമ്മ ജോലിക്ക് പോയിട്ട് പോയേക്കുവാണ്. പുള്ളി മാസം അയച്ച് പൈസ തരും. അപ്പം നമ്മൾ കുറേശ്ശെ പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ വരുമാനം എന്താ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഒരു അമ്മാവന് ഒരു സെക്യൂരിറ്റി പണിയാണ്. ഞങ്ങൾക്കൊരു കടയുണ്ട്. അതേ ഉള്ളൂ ആകെ വരുമാനം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ബാങ്കുകാരോട് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? നിങ്ങളുടെ അടുത്ത വായ്പ അല്ലെന്ന് ബാങ്കുകാരോട് പറഞ്ഞില്ലേ? അപ്പോൾ അവരെന്ത് പറഞ്ഞു? പക്ഷേ അവർക്ക് 15 സെന്റിന്റെ സ്ഥലം അവരുടെ ഈ പ്രമാണമുണ്ട്. അതുകൊണ്ട് അവരുടെ വസ്തുവാണ് ഇതെന്നാണ് അവർ പറയുന്നത്. കാരണം അന്ന് ലോൺ എടുക്കുന്ന സമയത്ത് വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ 15 സെന്റ് അവരുടേതാണ്. പഴയ ഉടമസ്ഥനോട് സംസാരിച്ചോ? അയാളോട് സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ വേറൊരു പാർട്ടിയും കൊണ്ട് വന്ന് ഈ 12 സെന്റ് കൈമാറ്റം ചെയ്യാൻ ഒരാളിനെയും കൊണ്ട് വന്ന് 4 ലക്ഷം രൂപയ്ക്ക് ബാങ്കുകാരുമായിട്ട് സമ്മതിച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞു 4 ലക്ഷം രൂപ. ഇയാൾ പറഞ്ഞു അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, ഓണർ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ. സ്ഥലം നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് അളവുകാരെ കൊണ്ട് അളന്നിട്ട് ബാങ്കിൽ ക്യാഷ് അടച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലോട്ട് പോരെ, ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞു. അതും തട്ടിപ്പാണ്. അയാളുടെ പൈസ ഇവിടെ ബാങ്കിലും മേടിച്ചിട്ട്. പക്ഷേ അയാൾ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈയുടെ പേരിലും ബാങ്കിനെതിരെ എല്ലാം ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. പക്ഷേ പോലീസുകാരും ബാങ്കിന് വശം നിന്നാണ് സംസാരിച്ചത്. കാരണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയാണ് ബാങ്ക് ജപ്തി ചെയ്ത ഈ വീടിൻ്റെ പൂട്ട് തകർത്ത് ഇവരെ ഈ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. പൊതുപ്രവർത്തകരോടും ഈ വിവരം ചോദിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ വിഷയം കേട്ട ഉടനെ നിങ്ങൾക്ക് തോന്നിയത്? ഈ വിഷയം കോൺഗ്രസിൻ്റെ കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആശിഷ് പാലക്കാമലാണ് ശ്രദ്ധയപ്പെടുത്തുന്നത്. കാരണം നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവർക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുത്തത് ഇവരുടെ കൈവശ രേഖ 15 വർഷത്തെ ഈ വീടിന് യാതൊരു ബാധ്യതയുമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് അടക്കം ഉള്ള രേഖകൾ, അതുപോലെ തന്നെ ലൈഫിൽ നിന്ന് കിട്ടിയൊരു വീട്, പൂർണ്ണമായി ഇവരുടെ കൈവശമുള്ള ഈ വീടിൽ യാതൊരു കാരണവശാലും ബാങ്കിന് യാതൊരു പൊസഷനും ഇല്ല. അപ്പോൾ അവരാണ് അന്യായമായി വീട്ടിൽ കയറി ഇവരില്ലാത്ത സമയത്ത് ഈ അതിക്രമം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കുടുംബത്തോടൊപ്പം ഇവർ നടത്തുന്ന നിയമ പോരാട്ടത്തിനൊക്കെ ഒപ്പം കാണുമോ? തീർച്ചയായും ഇതിനകത്തൊരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഇവർ ഇതിനകത്ത് നിയമപരമായി പോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല. ഈ ലോൺ നടപടി സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഈ രേഖകളൊന്ന് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ബാങ്കിനുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രശ്നത്തെയാണ് ഇന്ന് ഈ പാവം കുടുംബത്തെ വഴിയിലിറക്കുന്ന രീതിയിലേക്കുള്ള ക്രൂരമായ നടപടിയിലേക്ക് ബാങ്ക് കടന്നത്. ഞങ്ങൾക്ക് കേസിനൊന്നും പൈസ ഇല്ലാഞ്ഞാൽ ഞങ്ങൾ സജി ചെറിയാനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ സജി ചെറിയാൻ വിളിച്ചു. പ്രമോദ് നാരായണനോട് സംസാരിച്ച MLA പുള്ളിക്കാരൻ രാജു അബ്രഹാം ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വിളിച്ചു ബാങ്ക് ഡയറക്ടറോട് പറഞ്ഞു. ഡയറക്ടറെ പോയി കണ്ടോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. ഡയറക്ടർ പറഞ്ഞു പ്രമാണം ഇതെങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടി അവർക്കൊരു എത്തുംപിടിയില്ല. കാരണം ഒറിജിനൽ എല്ലാം നമ്മുടെ കയ്യിരിക്കുക. അന്നേരം ബാങ്ക് മാനേജറെ വിളിപ്പിച്ചു. ഞങ്ങൾ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ ഞങ്ങളോട് നേരെ തട്ടിക്കയറുക. നിങ്ങളുമായിട്ടല്ല ഞങ്ങൾക്ക് ഇടപാട്, വിജയകുമാരൻ നായരുമായിട്ടാണ്. നിങ്ങളോട് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല, ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവരെ അടിക്കാൻ ചെന്നു. ഞങ്ങൾ കട്ട മുതൽ വാങ്ങിച്ചു. ബാങ്ക് മാനേജർ ഞങ്ങൾ കട്ട മുതലാണ് വാങ്ങിച്ചേ. ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് പിന്നെ ഈ രേഖകളല്ല, ഇത് നിങ്ങൾ പോയി കപ്പലണ്ടി പൊതിഞ്ഞു കൊടുത്തോളാം. അങ്ങനെ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ അതും പ്രകാരം രാജു അബ്രഹാമിനെ വീണ്ടും സഖാവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ചെയർമാനെ കാണാൻ. നമ്മൾ ചെയർമാനെ ഒന്നും കാണാൻ പോയില്ല. ഇനിയിപ്പം നമുക്ക് കേസ് കളിക്കാനൊന്നും പൈസയില്ല ഇതിൻ്റെ പുറത്ത്.
ഭൂരഹിതർക്കായി സർക്കാർ നൽകുന്ന പദ്ധതിയാണ് ലൈഫ്. ആ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടാണിപ്പോൾ സർക്കാരിൻ്റെ തന്നെ സഹകരണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ബാങ്ക് ജപ്തി ചെയ്തിരിക്കുന്നത്. ഇതൊരു തെറ്റായ നടപടിയാണെന്നുള്ള എല്ലാ രേഖകളും ഇവരുടെ കൈവശമുണ്ട്. ആ നടപടി തിരുത്താൻ ബാങ്ക് അധികൃതർ തീരുമാനമെടുക്കട്ടെ. പത്തനംതിട്ടയിൽ നിന്നും നന്ദുഷ എസ്, മീഡിയ 1.